നമസ്കാരം. യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് നിയമക്കുരുക്കിലായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ പരാതിക്കാരിയെ പ്രതിരോധത്തിലാക്കുന്ന ശക്തമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ യുവതിയുടെ ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുന്നതും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം അത് സ്ഥാപിക്കാനായിട്ട് സഹായകമായതുമായിട്ടുള്ള 9 അധിക തെളിവുകളാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. കേസിൻ്റെ സുപ്രധാന വഴിത്തിരിവായിട്ട് കണക്കാക്കാവുന്ന ഈ ഒരു നീക്കം നിലവിൽ രാഹുൽ ഒളിവിലാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്കിടയിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നിയമപരമായിട്ടുള്ള ഈ പ്രതിരോധം അത് കേസിൻ്റെ ഭാവി ദിശ അത് നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുമെന്നാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ തന്നെ തൻ്റെ നിലപാട് വ്യക്തമായിരുന്നു. യുവതിയുമായി സൗഹൃദപരമായിട്ടുള്ള ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അത് പൂർണ്ണമായും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളതായിരുന്നുവെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വാദം. ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം പൂർണ്ണമായും നിഷേധിച്ചു. യുവതിയെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ലെന്നും ഈ നടപടി സ്വമേധയാ എടുത്ത തീരുമാനമാണെന്നും അദ്ദേഹം കോടതിയിൽ അറിയിച്ചിരുന്നു. ഈ വാദങ്ങളൊക്കെ തന്നെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹർജി പരിഗണിക്കുമ്പോൾ ഹാജരാക്കുമെന്നും രാഹുൽ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അഭിഭാഷകൻ മുഖേന ഈ അധിക തെളിവുകൾ 9 തെളിവുകൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട 9 തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് യുവതിയുടെ പരാതിക്ക് പിന്നിൽ ബാഹ്യ ഇടപെടലുകളും സമ്മർദ്ദങ്ങളുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന രേഖകൾ തന്നെയാണ്. യുവതി മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു ചാനൽ മേധാവിയുടെ പേരും അതുമായി ബന്ധപ്പെട്ട നിർണായകമായ സംഭാഷണങ്ങളും ഈ തെളിവുകളിൽ ഉൾപ്പെടുന്നു. രാഹുലിനെതിരെ പരാതി നൽകുന്നതിന് ചാനൽ മേധാവി യുവതിക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നും ഈ സമ്മർദ്ദത്തിന് വഴങ്ങാതിരുന്നാൽ ജോലി നഷ്ടപ്പെടും എന്നതടക്കമുള്ള ഭീഷണികളൊക്കെ തന്നെ നൽകിയിരുന്നു എന്നും തെളിയിക്കുന്ന ചാറ്റുകളും സന്ദേശങ്ങളുമാണ് ഒരു പെൻഡ്രൈവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതാകട്ടെ പരാതിയുടെ നിഷ്പക്ഷതയെയും അതോടൊപ്പം തന്നെ സ്വമേധയായുള്ള സ്വഭാവത്തെയും ഒക്കെ തന്നെ സംബന്ധിച്ച് കോടതിയിൽ സംശയങ്ങൾ വരുത്താനായിട്ട് കാരണമായേക്കും. ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട യുവതി നൽകിയ മൊഴികളും രാഹുലിൻ്റെ തെളിവുകൾ ചോദ്യം ചെയ്യുന്നവയാണ്. രാഹുലിൻ്റെ സുഹൃത്ത് ഗുളികകൾ എത്തിച്ചു നൽകിയെന്നും രാഹുൽ വീഡിയോ കോൾ വഴി നിർബന്ധിക്കുകയും അത് താൻ കണ്ടുവെന്നുമാണ് യുവതിയുടെ മൊഴി. എന്നാൽ ഈ നടപടി പൂർണ്ണമായും യുവതിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത് എന്ന് തെളിയിക്കുന്ന കൂടുതൽ രേഖകളാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നിർബന്ധിത ഗർഭഛിദ്രം എന്ന ആരോപണത്തെ പ്രതിരോധിക്കുന്നതിലൂടെ ബലാത്സംഗ കേസിൽ നിന്നും ഗർഭത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ രാഹുലിന് ഇത് സഹായകമായേക്കും എന്നാണ് പ്രതിഭാഗം അഭിഭാഷകർ പ്രതീക്ഷിക്കുന്നത്. യുവതി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ താനും ഭർത്താവുമായുള്ള ദാമ്പത്യബന്ധം 4 ദിവസത്തെ വിവാഹബന്ധത്തിൽ ഒതുങ്ങിയെന്നും അതിനുശേഷം 1 മാസത്തിനുള്ളിൽ പിരിയുകയും 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായിട്ട് സൗഹൃദം ആരംഭിച്ചതെന്നും മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴികളെ നേരിട്ട് ഖണ്ഡിക്കുന്ന രേഖകളാണ് രാഹുലിൻ്റെ അഭിഭാഷകർ സീൽഡ് കവറിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മൊഴിയിൽ പറയുന്ന കാലയളവിൽ പോലും യുവതി ഭർത്താവുമായി ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് എന്ന് തെളിയിക്കുന്ന രേഖകളും സാഹചര്യ തെളിവുകളുമൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ വൈരുദ്ധ്യം യുവതിയുടെ മൊഴികളുടെ വിശ്വാസ്യതയെ കോടതിയിൽ ചോദ്യം ചെയ്യാനായിട്ട് പ്രതിഭാഗത്തിന് അവസരം നൽകുന്നതാണ്. ഇവിടെ യുവതിയുടെ വിവാഹിത എന്ന നിലയിലുള്ള വിവരങ്ങളൊക്കെ തന്നെ രാഹുലിനെ അറിയാമായിരുന്നുവോ എന്ന ചോദ്യം സമൂഹത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്നു. എന്നാൽ യുവതിയുടെ മൊഴി അനുസരിച്ച് വിവാഹം ക്ഷേത്രാചാരപ്രകാരം നടന്നതും രജിസ്റ്റർ ചെയ്യാത്തതും 1 മാസം മാത്രം നീണ്ടുനിന്ന ബന്ധവുമായിരുന്നു എന്നതും ഈ വിവരങ്ങൾ നൽകുന്നതിൽ യുവതിക്ക് എന്തെങ്കിലുമൊക്കെ തന്നെ മറച്ചു വയ്ക്കാനുണ്ടായിരുന്നോ എന്ന ചോദ്യം ഉയർത്താനായിട്ട് രാഹുലിൻ്റെ അഭിഭാഷകർ ശ്രമിക്കുന്നതായിരിക്കും. ഇവിടെ യുവതി മൊഴിയിൽ പറയുന്നത് പോലെ വേർപിരിഞ്ഞതിന് ശേഷമല്ല, മറിച്ച് ദാമ്പത്യബന്ധം നിലനിന്നിരുന്ന കാലയളവിൽ പോലും ഇരുവരും, അതായത് രാഹുലും യുവതിയും ഒരുമിച്ച് ഉണ്ടായിരുന്നതായിട്ട് തെളിയിക്കുന്ന ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള സാഹചര്യ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം രാഹുൽ ഒളിവിലാണെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ വാദങ്ങളെയൊക്കെ തന്നെ രാഹുലിൻ്റെ അഭിഭാഷകർ അതിശക്തമായ രീതിയിലാണ് എതിർക്കുന്നത്. പോലീസ് ഇതുവരെ ചോദ്യം ചെയ്യലിനായിട്ട് നേരിട്ടുള്ള ഒരു നോട്ടീസ് രാഹുലിന് നൽകിയിട്ടില്ല എന്നും നിയമപരമായിട്ടുള്ള നോട്ടീസ് ലഭിക്കാതെ ഹാജരാകാതിരുന്നാൽ മാത്രമേ ഒളിവിലാണെന്ന് പറയാൻ കഴിയൂവെന്നും അവർ വാദിക്കുകയാണ്. തിരുവനന്തപുരത്തെ വഞ്ചിയൂരിലെ അഭിഭാഷകൻ്റെ ഓഫീസിലെത്തി വക്കാലത്തിൽ ഒപ്പിട്ടാണ് രാഹുൽ പോയത് എന്ന വസ്തുതയും ഈ ഒളിവിലിരിക്കൽ എന്ന വാദങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളയാനായിട്ട് അവർ ഉപയോഗിക്കുന്നു. എങ്കിലും വിമാനത്താവളങ്ങൾ വഴി കടന്നു പോകാതിരിക്കാനായിട്ട് ലുക്കൌട്ട് സർക്കുലർ പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജാമ്യ ഹർജിയിൽ അനുകൂല വിധി നേടുന്നതുവരെ അറസ്റ്റ് തൽക്കാലം ഒഴിവാക്കുക എന്ന തന്ത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കോടതിയിൽ സമർപ്പിച്ച ഈ അധിക തെളിവുകൾ അത് ജാമ്യ ഹർജിയിൽ അനുകൂലമായി വരുമെന്ന ഒരു ഉറച്ച പ്രതീക്ഷയിലാണ് മാങ്കൂട്ടം. പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കാൻ സാധ്യതയുള്ള എല്ലാ വാദങ്ങളെയും ഈ തെളിവുകൾ ഉപയോഗിച്ച് പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഈ നീക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.
ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ തെളിവുകൾ കോടതിയിൽ എത്തിച്ചതുവഴി കേസിലൊരു മുൻകൈ നേടാനും അതോടൊപ്പം തന്നെ കോടതിയുടെ ശ്രദ്ധ തന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാനും രാഹുലിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ സീൽഡ് കവറിൽ ഹാജരാക്കിയ ഈ 9 തെളിവുകൾ കേസിൽ വഴിത്തിരിവുണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. യുവതിയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ, പരാതിക്ക് പിന്നിലെ സമ്മർദ്ദം, ഗർഭഛിദ്രം സ്വമേധയാ നടത്തിയത് എന്നിവ സ്ഥാപിക്കാൻ ഈ തെളിവുകൾക്ക് കഴിഞ്ഞാൽ അത് ജാമ്യാപേക്ഷയിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നതായിരിക്കും. പ്രോസിക്യൂഷൻ വാദങ്ങളൊക്കെ തന്നെ ദുർബലമാവുകയോ യുവതിയുടെ മൊഴികളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്താൽ രാഹുലിന് അനുകൂലമായി തന്നെ കേസ് മാറിയേക്കാം. എന്നാൽ പോലീസ് നടത്തുന്ന വിശദമായിട്ടുള്ള അന്വേഷണവും ഈ തെളിവുകളുടെ ആധികാരികത അത് കോടതി എങ്ങനെ വിലയിരുത്തും എന്നതിനെയുമൊക്കെ തന്നെ ആശ്രയിച്ചിരിക്കും ഈ കേസിൻ്റെ അന്തിമ ഫലമെന്ന് പറയാം. ജില്ലാ കോടതിയിൽ സീൽഡ് കവറിൽ 9 നിർണായക തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തീർത്ത ശക്തമായ നിയമപരമായിട്ടുള്ള പ്രതിരോധം അത് ഈ കേസിൻ്റെ ഭാവിയിൽ പ്രധാന പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ്. യുവതിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനും അതോടൊപ്പം തന്നെ തൻ്റെ നിരപരാധിത്വം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ തന്ത്രപരമായിട്ടുള്ള നീക്കം ബുധനാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയുടെ തീർപ്പിന് നിർണായകമായ അടിസ്ഥാനം നൽകുന്നതായിരിക്കും. ഈ വിവരങ്ങൾ അനുസരിച്ച് നിയമപരമായിട്ടുള്ള എല്ലാ വഴികളും ഉപയോഗിച്ച് സ്വന്തം ഭാഗം സുരക്ഷിതമാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം.